ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ജെ സി ആണ് ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, നമ്മുടെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ, ആദ്യമായിട്ട് പറയുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇനിയുള്ള ദിവസങ്ങളിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളെ, നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്ക്. ആദ്യം തന്നെ പറയാൻ പോകുന്നത് മക്കളെ, പ്ലാറ്റു വേർദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഭൗമചരിത്രം മുടങ്ങുന്ന പീഠഭൂമി, ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ നിർബന്ധമായി പഠിച്ചു വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ചോദ്യങ്ങളുണ്ട് മക്കളെ. അതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ. ദ പ്ലാറ്റ്യൂ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 ബേസ്ഡ് ഓൺ ദിയർ ലൊക്കേഷൻ. വാട്ട് ആർ ദേ? മക്കളെ, സ്ഥാനത്തെ അടിസ്ഥാനമാക്കി, എന്തിനാണ് സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ മൂന്നായി തരംതിരിക്കാം. അവ ഏതൊക്കെയെന്നാണ് മക്കളെ. ഏതൊക്കെയാണ് മൂന്നെണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, ഇന്റർ മൗണ്ടെയിൻ പ്ലാറ്റ്യൂ ആണ്, പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ. രണ്ടാമത് പിഡോമിനന്റ് പ്ലാറ്റ്യൂ ആണ്, ഈ പറയുന്ന പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തത് കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ വൻകര പീഠഭൂമികളാണ്. ഇതാ നിങ്ങൾ നോക്കിയോളൂ, ഒന്നാമത് ഇന്റർ മൗണ്ടെയിൻ പ്ലാറ്റ്യൂ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ, അതിന് ഇടയിലുള്ളതാണ് ഇന്റർ മൗണ്ടെയിൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. മക്കളെ, നിങ്ങൾ നോക്കിയോളൂ, പിഡോമിനന്റ് പ്ലാറ്റ്യൂ ആണ്, ഇതൊരു പ്രധാനപ്പെട്ട പർവ്വതമാണ്, അതിൻ്റെ അടിവാരമാണ്. ഈ ഒരു അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പിഡോമിനന്റ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് കേട്ടോ. പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റ്യൂ ആണ് പിഡോമിനന്റ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിച്ചോ, ഇതാണ് കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂ, വൻകര പീഠഭൂമികൾ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടില്ലേ, ഇവിടെ സി വരുന്നുണ്ട്, ഇവിടെ സി വരുന്നുണ്ട്, ഇത് ഉയർന്ന ഒരു വൻകര ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ളതാണ് കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂ. സോ ഇങ്ങനെ മൂന്നെണ്ണമാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഇത് എന്ത് ചെയ്യുക മക്കളെ, പഠിച്ചു വെച്ചോളൂ. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി മക്കളെ നോക്കിയോ, അടുത്തത് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് പെനിൻസുലാർ റിവേഴ്സുമായി ബന്ധപ്പെട്ടാണ്, ഉപദ്വീപിയൻ നദികളുമായി ബന്ധപ്പെട്ടാണ്. മക്കളെ, നമുക്കറിയാം പ്രധാനപ്പെട്ട പെനിൻസുലാർ റിവേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടത് 6 എണ്ണമാണ് എന്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ മാപ്പിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, നർമ്മദയും താപ്തിയും, ഈ പറയുന്ന ഈ അറേബ്യൻ സി, അറബിക്കടലിലേക്കാണ് നർമ്മദയും താപ്തിയും ഒഴുകുന്നത്. ബാക്കി പറയുന്ന 4 എണ്ണം, കാവേരി ആയിക്കോട്ടെ, കൃഷ്ണ ആയിക്കോട്ടെ, ഗോദാവരി ആയിക്കോട്ടെ, മഹാനദി ആയിക്കോട്ടെ, ഇതെല്ലാം ഒഴുകുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. ഇനി ഈ പറയുന്ന 6 നദികളിലെ ഏറ്റവും ലോങ്സ്റ്റ് റിവർ, പെനിൻസുലാർ റിവറിലെ ഏറ്റവും ലോങ്സ്റ്റ് റിവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോദാവരിയാണ് കേട്ടോ. ഗോദാവരിയാണ്, പഠിച്ചു വെച്ചോളം. ഗോദാവരി ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഓഫ് പെനിൻസുല കേട്ടോ. പെനിൻസുലയിലെ ഏറ്റവും വലിയ റിവർ എന്ന് പറയുന്നത് ഗോദാവരിയാണ്, ഓർത്തു വെച്ചോളൂ മക്കളെ. ഇതിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക? പ്രധാനമായി ചോദ്യം വരിക മക്കളെ, ഏതാ നിങ്ങൾ നോക്ക്, ഈ റിവേഴ്സ് ഇവിടെ തരും, ആ റിവേഴ്സിന്റെ സോഴ്സ് റീജിയൻസ് കണ്ടെത്താനായിരിക്കും മിക്കവാറും എന്ത് ചെയ്യുക നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക, പ്രധാനപ്പെട്ട ഉത്ഭവ കേന്ദ്രങ്ങൾ. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മഹാനദിയാണ്. ഈ മഹാനദി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിഹാവയാണ്, റായ്പൂരിലെ സിഹാവ. അങ്ങനെ ബാക്കിയുള്ളത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും വരും മക്കളെ. അപ്പോൾ നിർബന്ധമായി നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് ഈ പറയുന്ന റിവേഴ്സും ആ റിവേഴ്സിന്റെ ഉത്ഭവ കേന്ദ്രങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളണം. ഇതിന് പഠിച്ചു വെക്കാൻ എന്തെങ്കിലും കോഡോ ട്രിക്സോ കാര്യങ്ങളോ ഉണ്ടോ മക്കളെ? അത് നോക്കിയോ, നമ്മളെ കോഡുകൾ പിടിച്ചേ, കോഡുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കുക, മഹാനദി അല്ലേ, ഒന്നാമത് മഹാനദി, ഓർത്ത് വെച്ചോ. മഹാനദിയെ കുറിച്ച് ഓർച്ചാൽ മതി, മഹാൻ എന്ന് ഓർക്കുക, മഹാൻ, എന്താ ഓർത്ത് വെച്ചോളൂ, മഹാൻ എന്ന് ഓർക്കുക മക്കളെ. നിങ്ങൾ നോക്ക്, സിഹാവ നോക്ക്, സിഹാവ എന്ന് പറയുമ്പോൾ അവിടെ സിംഹം നിങ്ങൾക്ക് കിട്ടുമോ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, സിഹാവ അല്ലെങ്കിൽ സിംഹം എന്ന് കിട്ടുമോ മക്കളെ? നിങ്ങൾ നോക്കിയാൽ മതി, കാട്ടിലെ മഹാനായിട്ടുള്ള ആൾ ആരാണ്? സിംഹമാണ്. അപ്പോൾ നോക്കിയോളൂ, മഹാനദി, മഹാൻ ആരാണ് മക്കളെ? സിംഹം. ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ സിഹാവയിലാണ് ഇത് ഈ പറഞ്ഞ മഹാനദി എന്നുള്ളത് ഓർത്ത് വെച്ചോളൂ. ഇനി രണ്ടാമത്തെ നിങ്ങൾ നോക്കിയോ, ഗോദാവരിയാണ്. രണ്ടാമത്തത് ഗോദാവരി. മക്കളെ ശ്രദ്ധിച്ചോ, ഗോദാവരി, ഗോഡ് എന്ന് ഓർക്കുക, ഗോഡ് ദൈവത്തിനോട് നമ്മൾ എപ്പോഴും ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. പല ആൾക്കാരും എനിക്ക് കുറേ ക്യാഷ് തരണം അല്ലേ. അപ്പോൾ ഗോഡിനോട് എന്താ നമ്മൾ പറയുക, ക്യാഷ് ആണ് അല്ലേ, ക്യാഷ് തരണം എന്നാണ് മക്കളെ. ഈ സ്ഥലത്തിൻ്റെ പേര് നോക്ക്, നാസിക്കാണ്, നാഷ് അല്ലേ, നാഷ് അല്ലെങ്കിൽ ക്യാഷ് എന്നുള്ളത് എന്ത് ചെയ്യും അവിടെ കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, അത് കിട്ടും. ഇനി അടുത്ത് നോക്കിയോട്ടോ, മൂന്നാമത്തത് കൃഷ്ണയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ഒരു പേരാണല്ലോ കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ എന്ന് ഓർത്താൽ മതി, കൃഷ്ണൻ ഭയങ്കര ബലവാനാണ്. അപ്പോൾ മഹാബലേശ്വർ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ഇതുപോലത്തെ കണക്ട് ചെയ്യാൻ പറ്റിയ കൃഷ്ണൻ മഹാബലവാനാണ്, അപ്പോൾ മഹാബലേശ്വരാണ്. ഇനി നാലാമത്തത് കാവേരിയാണ്, ഓർത്ത് വെച്ചോളൂ, കാവേരി. അപ്പോൾ പേര് പറയുമ്പോൾ തന്നെ ഉണ്ട് കാവേരി. അതേപോലെ തന്നെ ബ്രഹ്മഗിരി, കണ്ടോ, ഒരു കാവേരി, ബ്രഹ്മഗിരി, അങ്ങനെ ഒരു കണക്ഷൻ എന്ത് ചെയ്യാം അതിൽ കിട്ടും. അപ്പോൾ ഇതോരോന്നും അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഈ സോഴ്സ് റീജിയൻസും ഇതും പഠിച്ചു നോക്കാം. ഇനി അടുത്ത നോക്കിക്കോളൂ, പ്രധാനപ്പെട്ട നർമ്മദ നോക്കിയുള്ളൂ, നർമ്മദങ്ങൾ ഓർക്കുമ്പോൾ നർമ്മം ഓർക്കുക, നർമ്മദ അല്ലെങ്കിൽ നർമ്മം കോമഡി സാധനമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയത് നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ പേര് ഓർത്ത് വെച്ചോളൂ. നിങ്ങളൊരു ഫ്രണ്ടാണ് അമർ ഭയങ്കര കോമഡിയാണ്. അപ്പോൾ നോക്കി, ഇത് വരുന്ന സ്ഥലം അമർഗഡ് ആണ്, അമർഗഡ് അല്ലേ. അപ്പോൾ അമർ ഭയങ്കര കോമഡിയാണ് എന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ അമർഗഡ് എന്നാണ് നർമ്മദ. ഓക്കെ, ഇനി അടുത്തത് മകൾ ശ്രദ്ധിക്കുക, ഇതുപോലെ തന്നെ ആറാമത്തതാണ് താപ്തി. അതൊറ്റ കാര്യം ഓർത്തോളൂ, താത്ത എന്ന് ഓർക്കുക, താത്ത ഇതുപോലെ തന്നെ കടയിൽ പോയി വരുമ്പോൾ താത്തേനോട് നമ്മൾ പറയും, താത്ത നിങ്ങൾ എന്ത് വാങ്ങി തരണം, മിഠായി വാങ്ങി തരണം എന്ന് പറയും താത്തേനോട്. ഈ സ്ഥലത്തിന്റെ പേര് മുൾട്ടായി അല്ലെങ്കിൽ മുൾത്തായി.
റെഡിയാണോ? അപ്പോൾ ഈ രീതിയിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ തന്നെ ചില ട്രിക്സുകളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം പഠിക്കാം. ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ബൈ ഹാർട്ട് പഠിക്കാൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം ജസ്റ്റ് ഓർത്ത് വെച്ചോളുക. അപ്പോൾ മക്കളെ നിർബന്ധമായിട്ട് ഈ പെനിൻസുലാർ റിവേഴ്സിലെ പ്രധാനപ്പെട്ട സോഴ്സ് റീജിയൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെച്ചോണം കേട്ടോ. ഇതൊക്കെ ഒരു വൺ വേർഡ് ചോദ്യം മുതൽ എന്ത് ചെയ്യാം ഇത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം അത്തരത്തിലേക്ക് വരാം. ഇത് പഠിച്ചു വെച്ചോളാം. ഇനി മക്കൾ ശ്രദ്ധിക്കുക, അടുത്തത് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സോയിൽ ടൈപ്സ് ഇൻ പെനിൻസുലാർ പ്ലാറ്റ്യൂ റീജിയൻ. മകളെ ഉപദ്വീപിയൻ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട സോയിൽ ടൈപ്പ് അല്ലെങ്കിൽ പ്രധാന മണ്ണിനങ്ങൾ മകളെ ഒരു 4 എണ്ണം അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തത് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണുണ്ട്, രണ്ടാമത്തത് റെഡ് സോയിൽ അല്ലെങ്കിൽ ചെമ്മണ്ണുണ്ട്, മൂന്നാമത്തത് ലാറ്ററൈറ്റ് സോയിൽ അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണുണ്ട്, നാലാമത്തത് മൗണ്ടെയിൻ സോയിൽ അല്ലെങ്കിൽ പർവ്വത മണ്ണുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയോളൂ, പ്രധാനപ്പെട്ട ബ്ലാക്ക് സോയിൽ ഇതാണ്. അതേപോലെ തന്നെ അടുത്തത് റെഡ് സോയിൽ അല്ലെങ്കിൽ ചെമ്മണ്ണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇത് ലാറ്ററൈറ്റ് സോയിലാണ്, ലാറ്ററൈറ്റ് മണ്ണാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വരുന്നത് മൗണ്ടെയിൻ ഫോറസ്റ്റ് സോയിലാണ്, പർവ്വത മണ്ണാണ്. ഓക്കെ റെഡി. ഇനി നിങ്ങൾ നോക്കിയോ, അടുത്തത് ഈ ക്വസ്റ്റ്യൻ വരുന്നത് അഗ്രികൾച്ചർ ഇൻ പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ അഗ്രികൾച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 തരത്തിലേക്കുള്ള അഗ്രികൾച്ചർ ഉണ്ട്. ഇതൊന്ന് കോഫി ഉണ്ട്, ടീ ഉണ്ട്, അതേപോലെ തന്നെ ഷുഗർ കെയിൻ ഉണ്ട്, അതേപോലെ തന്നെ ലാസ്റ്റ് വൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്നത് കോട്ടൺ ഉണ്ട്. മകളെ ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നമ്മൾ വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിനുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വരിക. ചോദ്യം എന്താണെന്ന് അറിയാം, ഇതാണ് ക്വസ്റ്റ്യൻ. എല്ലാ ആൾക്കാരും നോക്കിയോ, ഈ ക്വസ്റ്റ്യൻ വരും. വാട്ട് വേർ ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഇൻ ദ ഡെക്കാൻ പ്ലാറ്റ്യൂ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഈ കരിമ്പ് കൃഷിക്ക് ഡെക്കാൻ പീഠഭൂമിയിലെ അനുകൂലമായ സാഹചര്യങ്ങൾ എന്തെല്ലാം എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യും ചോദിക്കും. മകളെ ഒറ്റ കാര്യം എടുത്താൽ മതി, ഏത് കൃഷിയാണെങ്കിലും ആ കൃഷിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എന്ത് വേണം, നല്ല മണ്ണ് വേണം, അതേപോലെ തന്നെ നല്ല കാലാവസ്ഥ വേണം. ഇത് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യും കിട്ടും. നിങ്ങൾ നോക്ക്, കരിമ്പല്ലേ, കരിമ്പിൻ്റെ കളർ നിങ്ങൾ നോക്ക്, കരിമ്പിൻ്റെ കളർ എന്താ കളറാണ്, ബ്ലാക്ക് കളറിലല്ലേ കരിമ്പ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് വേണ്ട മണ്ണ് എന്ന് പറഞ്ഞാൽ എന്ത് മണ്ണാണ്, ബ്ലാക്ക് സോയിൽ. ഓർത്ത് വെച്ചോ, അങ്ങനെ എന്ത് ചെയ്യാൻ കണക്ട് ചെയ്യാൻ കണ്ടോ. ഇതിന് വേണ്ട മണ്ണ് ബ്ലാക്ക് ലാവ സോയിൽ. നിങ്ങൾ ബ്ലാക്ക് സോയിൽ എഴുതി വെച്ചാലും എന്താണ് കറക്റ്റാണ്, കറുത്ത മണ്ണിന് എഴുതി വെച്ചാലും കറക്റ്റാണ് കേട്ടോ. അപ്പോൾ കറുത്ത മണ്ണ് ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട, കാരണം ഈ പറയുന്ന പ്രധാനപ്പെട്ടുള്ള കരിമ്പിൻ്റെ കളർ നിങ്ങളുടെ മൈൻഡിലേക്ക് ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാം ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അടുത്ത് നോക്കി കേട്ടോ, ഇവിടെ ട്രോപ്പിക്കൽ ക്ലൈമാറ്റ് എന്ത് ചെയ്യണം ആവശ്യമാണ്, നല്ല കാലാവസ്ഥ വേണം. ട്രോപ്പിക്കൽ ക്ലൈമാറ്റ് അല്ലെങ്കിൽ ഉഷ്ണമേഖല കാലാവസ്ഥ എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ വേണം. ട്രോപ്പിക്കൽ ക്ലൈമാറ്റ് അല്ലെങ്കിൽ ഉഷ്ണമേഖല കാലാവസ്ഥ വേണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ നിങ്ങൾ നോക്ക് മക്കളെ, ഈ സ്ഥലങ്ങളിൽ ഹൈ സൂക്രോസ് കണ്ടന്റ് എന്ത് ചെയ്യുന്നുണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ മേഖലകൾക്കകത്ത് താരതമ്യേന ഉയർന്ന അളവിൽ സൂക്രോസിന്റെ അംശം ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അത്രയാണുള്ളത് ആ 3 പോയിന്റ്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഏതൊക്കെയാണ്, ഒന്ന് ബ്ലാക്ക് സോയിൽ വേണം, അതേപോലെ തന്നെ ട്രോപ്പിക്കൽ ക്ലൈമാറ്റ് വേണം, അതേപോലെ തന്നെ ഹൈ സൂക്രോസ് കണ്ടന്റ് എന്ത് ചെയ്യും ഈ സ്ഥലത്ത് ഉണ്ടാവില്ലേ. അപ്പോൾ ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ബ്ലാക്ക് ലാവാ സോയിൽ അല്ലെങ്കിൽ കറുത്ത ലാവാ മണ്ണ്, ട്രോപ്പിക്കൽ ക്ലൈമാറ്റ് അല്ലെങ്കിൽ ഉഷ്ണമേഖല കാലാവസ്ഥ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സൂക്രോസ് ആണ്. സൂക്രോസ് എന്ന് പറഞ്ഞാൽ കരിമ്പിനകത്തുള്ള നീരുണ്ടല്ലോ, അതാണ് ആക്ച്വലി സൂക്രോസ് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോളൂ. ഇത്രയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, അത് വരും. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഓർത്ത് വെച്ചോ, മണലാരണ്യത്തിലൂടെ അല്ലെങ്കിൽ ത്രൂ ദ സാൻഡി എക്സ്പാൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ ഒന്നാണ് മക്കളെ നോക്കിയോളൂ, സ്പെസിഫൈ ദ നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് താർ ഡെസേർട്ട്. മകളെ താർ ഡെസേർട്ടിൻ്റെ നാച്ചുറൽ ബൗണ്ടറീസ് അല്ലെങ്കിൽ അതിലെ സ്വാഭാവിക അതിരുകൾ കണ്ടെത്താൻ, ഇത് താർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ കണ്ടെത്താൻ. മകളെ നിങ്ങൾ നോക്കിയോളൂ, പ്രധാനപ്പെട്ട അതിരുകൾ പറയുന്ന സമയത്ത് ഇതാ അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റിൽ ഈ സത്ലജ് റിവർ ബേസിനാണ്. ഇതാ നിങ്ങൾ എല്ലാവരും നോക്കണം, ഈ പിക്ചറിലേക്ക് നോക്കിയാൽ മതി. ഇതാണല്ലോ താർ ഡെസേർട്ട്. അതുപോലെ തന്നെ ഈ നോർത്ത് ഭാഗത്ത് ഇതുപോലെ തന്നെ സത്ലജ് റിവർ ബേസിനുണ്ട്, സൗത്ത് റാൺ ഓഫ് കച്ച് ഉണ്ട്, ഓർത്ത് വെച്ചോളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന വെസ്റ്റ് ഭാഗത്ത് ഇൻഡസ് റിവർ ബേസിനാണ്. അതുപോലെ തന്നെ ഈ ഈസ്റ്റ് ഭാഗത്ത് ഇതേപോലെ തന്നെ ആരവല്ലിയാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, നോർത്ത്, അതുപോലെ തന്നെ സൗത്ത്, ഈസ്റ്റ്, അതേപോലെ തന്നെ വെസ്റ്റ് കേട്ടോ. ഓർത്ത് വെച്ചോളണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയോളൂ, എല്ലാവരും നോക്കിയോ, ഇവിടെ തന്നെ താർ ഡെസേർട്ട് കാണാം. വടക്ക് ഭാഗമാണ്, തെക്ക് ഭാഗമാണ്, കിഴക്ക് ഭാഗമാണ്, അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗമാണ് കേട്ടോ. ഓർത്ത് വെച്ചോളണേ. ഇത് പ്രധാനമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളണം. എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. അതേപോലെ തന്നെ മക്കളെ നിങ്ങൾ നോക്കിയോ, ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാനുള്ള അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നോക്കൂ മക്കളെ, വാട്ട് വാസ് ദ റോൾ ഓഫ് ആരവല്ലി റേഞ്ച് ഇൻ ഡ്രൈയിങ് അപ്പ് ദ താർ ഡെസേർട്ട്. താർ മരുഭൂമിയെ വരണ്ടതാക്കുന്നതിൽ ആരവല്ലി പർവ്വതനിരയുടെ പങ്ക് എന്തായിരുന്നു എന്ന് വിശദീകരിക്കാൻ. നിങ്ങൾ നോക്ക്, ആരവല്ലിയുടെ പ്രധാനപ്പെട്ട പങ്ക് എന്താണ് മക്കളെ. നിങ്ങൾ ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഈ ഒരു ഭാഗത്താണ് ഈ ഒരു താർ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും നോക്കിക്കൊള്ളുക, ഇവിടെയാണ് താർ ഡെസേർട്ട്, താർ മരുഭൂമി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അറബിക്കടലിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട സൗത്ത് വെസ്റ്റ് മൺസൂൺ, നമ്മൾ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ ഇത് സൗത്ത്, ഇത് വെസ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ഉണ്ടല്ലോ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ഉണ്ട്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ഇന്ത്യയിലെ ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, കയറുന്ന സമയത്ത് ആരവല്ലിയുടെ ഈ ഒരു ഭാഗത്തേക്ക് കയറുന്നു. അപ്പോൾ ഈ ഒരു സമാന്തരമായിട്ട് നമ്മൾ ഈ പറയുന്ന മൺസൂൺ വിൻസിന് സമാന്തരമായിട്ടാണ് ആരവല്ലി കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആരവല്ലിയിൽ തട്ടിയിട്ട് എന്താണ് കാറ്റ്
കാറ്റുകൾ പല സ്ഥലത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു താർ മരുഭൂമിയുടെ ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, കാറ്റുകൾ എത്തുന്നില്ല. അതുകൊണ്ടാണ് ഈ താർ ഡെസേർട്ട് ഇവിടെ ഡ്രൈ ആയിട്ട് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് നമ്മൾ അവിടെ പഠിച്ചു വെക്കേണ്ടത്. എന്തൊക്കെയാണ് ആ പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ദ പ്രസൻസ് ഓഫ് ആരവല്ലി റേഞ്ച് ആക്ട് ആസ് എ ബാരിയർ ടു ദ മൺസൂൺ വിൻസ്. ഓർത്ത് വെച്ചോ, ഇറ്റ്സ് എ ബാരിയർ ടു ദ മൺസൂൺ വിൻസ്. അപ്പോൾ നോക്കിയാൽ മതി, മൺസൂൺ കാറ്റിന് തടസ്സമായാണ് ആരവല്ലി പർവ്വതനിരയുടെ സാന്നിധ്യം. തടസ്സമായിട്ട് അല്ലെങ്കിൽ ബാരിയേഴ്സ് ആയിട്ടാണ്. ഇനി അടുത്തത് നിങ്ങൾ നോക്ക്, ആരവല്ലി പർവ്വതനിരയ്ക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഈ മരുഭൂമിയിലേക്ക് എത്തുന്നത് തടയുന്നു അല്ലേ. ആരവല്ലി പർവ്വതനിര എന്താണ്, ഇറ്റ് ബ്ലോക്കിംഗ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ഫ്രം റീച്ചിങ് ദിസ് റീജിയൻ അല്ലേ. അപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്യുന്നത്. സോ ദിസ് കോസ് ദ റെയിൻഫാൾ അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് പ്രധാനമായിട്ടും കുറഞ്ഞ മഴയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, കാരണമാകുന്നത്. അതുകൊണ്ടാണ് താർ ഡെസേർട്ട് അരിയിടാകുന്നത് അല്ലെങ്കിൽ വരണ്ടതാകുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ മഴയ്ക്ക് കാരണമാകുന്നു, ഇത് മരുഭൂമിയെ വരണ്ടതാക്കുന്നു. സോ ഇത്രയും പോയിന്റുകളാണ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചു വെച്ചോളാം. റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത് നിങ്ങൾ നോക്കിയോ, അലോങ് ദ കോസ്റ്റസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റർ ഉണ്ടല്ലോ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ മക്കളെ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. മക്കളെ, പടിഞ്ഞാറൻ തീരസമുദ്രവും കിഴക്കൻ തീരസമുദ്രവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് നിങ്ങളോട് ചോദിക്കും. നിർബന്ധമായിട്ട് അത് പഠിച്ചു വെച്ചോളം. ഈ പറയുന്ന വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഇതാ നിങ്ങൾക്ക് എവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട റാൺ ഓഫ് കച്ച് മുതൽ ഇതേപോലെ തന്നെ നമ്മുടെ കന്യാകുമാരി വരെയുള്ളതാണ് ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ആ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സുകൾ പഠിച്ചു വെച്ചോളം. ഇത് മെയിനായിട്ട് അറേബ്യൻ സീക്കും പെനിൻസുലാർ പ്ലാറ്റ്യൂവിനും ഇടയിലാണ്. ഇതാ നിങ്ങൾ നോക്കിയാൽ മതി, ഇതാണ് അറേബ്യൻ സീ, ഇതുപോലെ തന്നെ പെനിൻസുലാർ പ്ലാറ്റ്യൂ, അതിൻ്റെ ഇടയിലാണ് ആരുള്ളത്, ഈ പറയുന്ന വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഉള്ളത്. ആ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിന്റെ പ്രധാനപ്പെട്ട എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റാൺ ഓഫ് കച്ചിൽ നിന്നും കന്യാകുമാരി വരെയാണ്. ഇത് കമ്പാരിറ്റീവ്ലി നാരോ ആണ്. ഇതിന്റെ കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1840 കിലോമീറ്റേഴ്സ് ആണ്. 10 to 15 കിലോമീറ്റേഴ്സ് ഇതുപോലെ തന്നെ ഇതിന് വിടുത്തുണ്ട്. അതുപോലെ ഇതൊരു സബ്മേർജ്ഡ് കോസ്റ്റ് ആണ്. ബാക്ക് വാട്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇതുപോലെ തന്നെ അറബിക്കടലിലും ഉപദ്വീപീയ നദിക്കാണ്. ഗുജറാത്ത് മുതൽ ഇതുപോലെ തന്നെ കന്യാകുമാരി വരെയാണ്. താരതമ്യേന ഇടുങ്ങിയതാണ്. ഇതുപോലെ തന്നെ കിലോമീറ്റർ 1850 കിലോമീറ്റേഴ്സ് ആണ്. ഇത് വീതി ഇതുപോലെ തന്നെ 10 to 15 കിലോമീറ്റേഴ്സ് ആണ്. താഴ്ത്തപ്പെട്ട തീരമാണ്, കായലുകൾ കാണുന്നുണ്ട്. അത് കൂടാതെ ഇതിനെ നമ്മൾ ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, അതുപോലെ തന്നെ മലബാർ കോസ്റ്റ് എന്നിങ്ങനെ മൂന്നായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതേപോലെ തന്നെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആണെങ്കിൽ മക്കൾ ശ്രദ്ധിച്ചോ, ഇത് മെയിനായിട്ട് നിങ്ങൾ കാണുന്നത് അറേബ്യൻ സീക്കും അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരണം. ഇപ്പുറത്തെ ഭാഗത്ത് ബേ ഓഫ് ബംഗാൾ, അവിടെ കാണുന്ന ബേ ഓഫ് ബംഗാളിനും അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തൂടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഈസ്റ്റേൺ ഗാർഡ്സ് അല്ലെങ്കിൽ പൂർവ്വഘട്ടം പോകുന്നുണ്ട്. അപ്പോൾ ഈ ഈസ്റ്റേൺ ഗാർഡ്സിനും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളിനും ഇടയിലാണ് ആരുള്ളത്, ആക്ച്വലി നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ടുള്ള ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെങ്കിൽ കിഴക്കൻ തീരസമുദ്രം ഉള്ളത്. ഇത് തുടങ്ങുന്നത് മഹാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലത്താണ്. മഹാനദി ഡെൽറ്റ ടു കന്യാകുമാരി വരെയുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോ, അവിടെ പറയുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും ഈസ്റ്റേൺ ഗാർഡ്സിനും ബേ ഓഫ് ബംഗാളിനും ഇടയിലാണ്. അതേപോലെ തന്നെ ഇത് മഹാനദി ഡെൽറ്റ ടു കന്യാകുമാരി വരെയാണ്. റിലേറ്റീവ്ലി വൈഡർ കോസ്റ്റൽ ഏരിയ ആണ്, അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലമാണ്. അത് കിലോമീറ്റേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എമേർജ്ഡ് കോസ്റ്റ് ആണ്. ഇവിടെയാണ് ഡെൽറ്റാസ് കാണപ്പെടുന്നത് കേട്ടോ. ഡെൽറ്റകൾ കാണപ്പെടുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ എന്താണ് ഡെൽറ്റ എന്ന് വെച്ചാൽ ഇതാണ്. ഇതുപോലെ തന്നെ ഈ പറയുന്ന കടലിൽ നിന്നൊക്കെ തന്നെ നിങ്ങളൊക്കെ അത് ഈ നദിയൊക്കെ തന്നെ ഒഴുക്കി കൊണ്ടുവന്ന അവസാനം കടലിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കല്ലും മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരത്തിലേക്കുള്ള ഒരു സംഭവമാണ് ഡെൽറ്റ ഡെപ്പോസിഷൻ എന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് എന്ത് ചെയ്യുക കാണുക കേട്ടോ. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബയോഡൈവേഴ്സിറ്റീസ് ഉള്ള സ്ഥലമാണ് ഇത് ഡെൽറ്റ. ഈ ഡെൽറ്റാസ് ഒക്കെ കാണുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ മക്കളെ ശ്രദ്ധിച്ചോ, കഴിഞ്ഞ എക്സാമിനകത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതായിരുന്നു അല്ലേ. ഈ ഒരു ചോദ്യമാണ് ഏതാണ് പ്രധാനപ്പെട്ടുള്ള നമ്മുടെ കോസ്റ്റൽ ലാൻഡ് ഫോംസിനെ കുറിച്ച് കഴിഞ്ഞ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഈ വർഷം ഇനിയിപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് ചിലപ്പോൾ എന്തായിരിക്കും, ഇതേപോലെ തന്നെ കരക്കാറ്റും കടൽക്കാറ്റും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കരക്കാറ്റ് എന്താണ് കടൽക്കാറ്റ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത് വരുന്ന പബ്ലിക് ലൈവിനകത്ത് പറയുന്നുണ്ട്. സോ മക്കളോട് പറയാനുള്ളത് അടുത്തത് 10ാം ക്ലാസ് ആണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് നടക്കുന്ന പബ്ലിക് ലൈവിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ മക്കൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്തത് 10ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. 10ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പഠനം നിങ്ങൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. സോ അസ്ത്ര ബാച്ചിനകത്ത് ഇപ്പോഴാണെങ്കിൽ ഒരു 10% നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഇതേപോലെ തന്നെ സ്മാർട്ട് വാച്ചും ഇതുപോലെ തന്നെ സമ്മാനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട 3 പ്ലാനുകൾ അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഫിനിറ്റി പ്രോ ബാച്ചിൽ തന്നെ ചേരുക. കാരണം ഇതിനാണ് നീറ്റ് JEE ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫിനിറ്റി പ്രോയിലുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഇൻഫിനിറ്റിയിൽ എന്ത് ചെയ്യും, ചേരുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. 99940080 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, അസ്ത്രയുടെ ഭാഗമായി മാറുക. സോ അടിപൊളിയാക്കണം മക്കളെ, സൂപ്പർ ആക്കണം. സോ ഞങ്ങൾ 3 ആൾക്കാർ നിങ്ങളുടെ കൂടെയുണ്ട്. സോ ബൈ മക്കളെ, ബൈ 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 ബൈ.